നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്. 5ാം ക്ലാസ്സിലെ വരയ്ക്കാം വായിക്കാം എന്ന അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് ടേം എക്സാമിന് ഈ ചാപ്റ്റർ തൊട്ടാണ് പഠിക്കാനുള്ളത്. എല്ലാ കൂട്ടുകാരും ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്, വരയ്ക്കാം വായിക്കാം. ഈ പാഠഭാഗത്ത് കൂടുതലും മാപ്പ് സ്റ്റഡിയുമായിട്ട് ഭൂപട വായനയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. എല്ലാ കൂട്ടുകാരും പാഠഭാഗം ശ്രദ്ധിക്കുക. ദെർ ഈസ് എ ലേ ഔട്ട്. ഇവിടെ ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ലേ ഔട്ടാണ്? വാട്ട് ഈസ് ദ ലേ ഔട്ട്? അജി ഹാസ് കം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കേരള സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ ബീയിങ് ഹെൽഡ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് അജി. ഹിസ് ഫാമിലി ഈസ് ഓൾസോ വിത്ത് ഹിം. ഒപ്പം അവൻ്റെ കുടുംബവും അവനോടൊപ്പം ഉണ്ട്. ഗിവൺ ബിലോ ഈസ് ദ ലേ ഔട്ട് ഓഫ് ദ വെന്യൂ വിത്ത് ദം. ഈ കാണിച്ചിരിക്കുന്ന ലേ ഔട്ട് അത് നടക്കുന്ന സ്ഥലത്തിൻ്റെ, കലോത്സവം നടക്കുന്ന സ്കൂളിൻ്റെ ലേ ഔട്ടാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ലേ ഔട്ട് ശ്രദ്ധിച്ച് കാണുക. അതിൽ കുറേ അക്ഷരങ്ങളുണ്ട്. നടുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ട്, MG റോഡ്, പാലക്കാട് റോഡ്. ഇവിടെ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ ചിത്രം A, റെയിൽവേ പാലം കൊടുത്തിട്ടുണ്ട്, ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. B ബസ് കൊടുത്തിട്ടുണ്ട്. C D E ഇത്രയും അക്ഷരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. A റെയിൽവേ സ്റ്റേഷൻ, B ബസ് സ്റ്റാൻഡ്, C പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്, D ഡൈനിങ് ഹാൾ, E ഗവൺമെൻറ് HSS തൃശ്ശൂർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ A എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണെന്നും B ബസ് സ്റ്റാൻഡ് ആണെന്നും അതുപോലെ C പ്രോഗ്രാം കമ്മിറ്റി ഓഫീസാണ്, D ഡൈനിങ് ഹാൾ ഭക്ഷണശാലയാണ്, E ഗവൺമെൻറ് HSS തൃശ്ശൂർ. ഈ എന്ന് പറയുന്നതാണ് ആ വെന്യൂ, ആ കലോത്സവം നടക്കുന്ന സ്ഥലം. ഇത്രയുമാണ് ഈ ലേ ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് വരും. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വെസ്റ്റും റൈറ്റ് സൈഡ് ഈസ്റ്റും. അപ്പം നേരെ നിൽക്കുന്ന ഒരാളുടെ മുകൾ ഭാഗം നോർത്ത്, ഓപ്പോസിറ്റ് സൗത്ത്, ആളുടെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും വെസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ്. ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇനി താഴെ പറയുന്ന ചോദ്യങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക. Having travelled from the railway station, Aji and his family have now come near the program committee office which is close to the Swaraj round. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അജിയും കുടുംബവും ഇപ്പോഴുള്ളത്. അവരാദ്യം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് നേരെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ എത്തി. അജീസ് പ്രോഗ്രാം ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് അറ്റ് ഗവൺമെൻറ് HSS തൃശ്ശൂർ. അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് HSSലാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൻ്റെ അടുത്ത് അജിയും കുടുംബവും എത്തി. അവരുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഇതാണ്, ഗവൺമെൻറ് HSS തൃശ്ശൂർ. ഇനിയും താഴെ പറയുന്ന ചോദ്യങ്ങൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്വിക്ക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ കഴിയും? ലുക്ക് ദ ലേ ഔട്ട്. അജി ഈസ് ഹിയർ. വെയർ? ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് അജിയും കുടുംബവും നിൽക്കുന്നത്. വേഗം എത്താൻ എങ്ങോട്ട് സഞ്ചരിക്കണം? ഗോ ടു സ്ട്രെയിറ്റ് നോർത്ത്. വടക്കോട്ട് നേരെ സഞ്ചരിക്കുക. ദെൻ ടേൺ ടു ഈസ്റ്റ്. എന്നിട്ട് എവിടേക്ക് തിരിയണം? കിഴക്കോട്ട് തിരിഞ്ഞാൽ എവിടെ എത്താൻ പറ്റും? ഈ ഗവൺമെൻറ് HSS തൃശ്ശൂരിലെത്താൻ പറ്റും. അതായത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഗോ ടു സ്ട്രെയിറ്റ് നോർത്ത്, ദെൻ ടേൺ ടു ഈസ്റ്റ്. ആദ്യം നേരെ വടക്കോട്ട് എന്നിട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോയാൽ അജിക്ക് എളുപ്പത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ എത്താൻ കഴിയും. ഗോ ടു സ്ട്രെയിറ്റ് നോർത്ത് ആൻഡ് ടേൺ ടു ഈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, Can you find where the dining hall is by checking the layout?
ലേഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അല്ലേ? എവിടെയാണ് ഭക്ഷണശാല? ഡി, ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഡി, ഇതാണ് ഭക്ഷണശാല. ഇത് ഏത് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ എവിടെയാവാം? വെസ്റ്റേൺ സൈഡിൽ വരും. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഏകദേശം വെസ്റ്റേൺ സൈഡിലായിട്ട് വരും ഡൈനിങ് ഹാള്, ഭക്ഷണശാല വരും. അപ്പോൾ അതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രം ഗവൺമെൻറ് HSS തൃശ്ശൂർ ടു റീച്ച് ദ ഡൈനിങ് ഹാൾ? തൃശ്ശൂർ ഗവൺമെൻറ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഇനിയും ഭക്ഷണശാലയിലേക്ക് പോകണമെങ്കിൽ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്? വെസ്റ്റേൺ സൈഡിൽ സഞ്ചരിക്കണം. ഈ സ്കൂളിൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകുവാൻ ഇവിടെ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിക്കണം? വെസ്റ്റേൺ സൈഡിലേക്ക്, പടിഞ്ഞാറ് സൈഡിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ എവിടെ എത്തിച്ചേരുകയുള്ളൂ? ഈ ഡൈനിങ് ഹാളിൽ, ഭക്ഷണശാലയിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മനസ്സിലായല്ലോ. വാട്ട് വി ഫെമിലറൈസ്ഡ് അബൌവ് ഈസ് ദ ലേഔട്ട് ഓഫ് ദ വെന്യൂ ഓഫ് ദ ആർട്ട് ഫെസ്റ്റിവൽ. കലോത്സവ വേദിയുടെ ലേഔട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ പരിചയപ്പെട്ടതും ഡയറക്ഷൻസ് കണ്ടെത്തിയതും. ഹാവിൻറ്റ് യു സീൻ ദ ലേഔട്ട് മാപ്സ് ഷോയിങ് ദ ലൊക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ഡിസ്പ്ലേഡ് ഇൻ ഫ്രണ്ട് ഓഫ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ആർ സച്ച് ലേഔട്ട്സ് മെയ്ഡ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ? ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ലേഔട്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില സ്ഥാപനങ്ങൾക്ക് ഉണ്ട്. വലിയ വലിയ മോൾസിലും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ പോയാൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ആർ സച്ച് ലേഔട്ട്സ് മെയ്ഡ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ? ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ഇത്തരം ലേഔട്ടുകൾ തയ്യാറാക്കുന്നത്? ആണോ? അല്ല, ഒരിക്കലും അല്ല. ദിശ മനസ്സിലാക്കാൻ മാത്രമല്ല, അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എവിടെയൊക്കെ ഏതൊക്കെ കെട്ടിടങ്ങളുണ്ട്, വേർ ഈസ് ദ മെയിൻ ബിൽഡിങ്സ് ആൻഡ് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഫോർ ദെയർ, അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഓരോ റൂംസ് എവിടെയാണ്, ഇതെല്ലാം കണ്ടെത്താൻ ഒരു ലേഔട്ടിലൂടെ സാധിക്കും. അല്ലാതെ ഡയറക്ഷൻ മാത്രമല്ല അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഹാവ് യു റിയലൈസ്ഡ് ദാറ്റ് എ സ്കെച്ച് ആൻഡ് പ്ലാൻ ആർ പ്രിപ്പയർഡ് ബൈ കൺസ്ട്രക്റ്റിംഗ് എ ന്യൂ ഹൗസ് ഓർ ബിൽഡിംഗ്? നിങ്ങൾക്കറിയാം, നമ്മളൊരു പുതിയ വീട് അല്ലെ കെട്ടിടം ഒക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, എല്ലാ കൂട്ടുകാർക്കും അറിയാം. നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണി തുടങ്ങുമ്പോൾ ആദ്യം അതിൻ്റെ സ്കെച്ച് അല്ലെങ്കിൽ പ്ലാന് തയ്യാറാക്കും. വൈൽ പ്രിപ്പയറിംഗ് ദ പ്ലാൻ ഓഫ് ബിൽഡിങ്സ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സാക്റ്റ് മെഷർമെൻറ്റ്സ്. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ എന്ത് ഉൾപ്പെടണം? കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്താറുണ്ട്. വൈൽ പ്രിപ്പയറിംഗ് ദ പ്ലാൻ കെട്ടിടങ്ങളുടെ പ്ലാൻ ആണെങ്കിൽ അതിൽ എക്സാക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവണം, കൃത്യമായ അളവ് കാണണം. ബട്ട് വെൻ സ്കെച്ചസ് ആർ പ്രിപ്പയർഡ് മെഷർമെൻറ്റ്സ് മേ നോട്ട് ബി എക്സാക്റ്റ്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണം എന്നില്ല, എക്സാക്റ്റ് ആകണമെന്ന് ഇല്ല. അപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെച്ച് ആൻഡ് പ്ലാൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും കൂട്ടുകാരെ? ഇന്നെ പ്ലാൻ വൈൽ പ്രിപ്പയറിംഗ് ദ പ്ലാൻ ഓഫ് ബിൽഡിങ്സ് ദർ ഇൻക്ലൂഡ്സ് ദ എക്സാക്റ്റ് മെഷർമെൻറ്റ്സ് ബട്ട് വെൻ സ്കെച്ചസ് ആർ പ്രിപ്പയർഡ് മെഷർമെൻറ്റ്സ് മേ നോട്ട് ബി എക്സാക്റ്റ്. അതായത് നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് എന്ത് ഉൾക്കൊള്ളണം? അതിൻ്റെ ശരിയായ അളവ്, കൃത്യമായ അളവുണ്ടാവണം. എന്നാൽ സ്കെച്ചിൽ ഒരിക്കലും കൃത്യമായ അളവ് വേണമെന്ന് ഇല്ല. ഹൗ അബൌട്ട് മേക്കിംഗ് എ സ്കെച്ച് ഓഫ് യുവർ ക്ലാസ് റൂം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയാലോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം കൂട്ടുകാരെ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ക്ലാസ് റൂം ആദ്യം ഒന്ന് വിഷ്വലി കാണുക. മനസ്സിൽ കാണുക. അതനുസരിച്ച് ഈ പറഞ്ഞേക്കുന്ന പോലെ, ഈ ലേഔട്ടിൽ കാണുന്ന പോലെ ഡയറക്ഷൻ വെച്ച് ക്ലാസ് റൂമിൻ്റെ ആദ്യം ഡോർ എവിടെയാണ്, അത് കഴിഞ്ഞ് ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ്, ക്ലാസ്സിലുള്ള വിൻഡോസ്, അതുപോലെ ഡെസ്ക്, ബെഞ്ച്, ടീച്ചർ ടേബിൾ, ടീച്ചർ ചെയർ, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അവരവരുടെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കുക. സ്കെച്ചിൽ ഒരിക്കലും
നോട്ട് എക്സാക്റ്റ് മെഷർമെൻറ്റ്. അവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് അളവ് കൃത്യമാകണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം, ക്ലാസ് മുറിയുടെ ചിത്രം മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരവരുടെ ക്ലാസ് മുറിയുടെ സ്കെച്ച് വരച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് മുറിയുടെ ഡോറ്, അതിനുശേഷം ബ്ലാക്ക് ബോർഡിൻ്റെ സ്ഥാനം, ടീച്ചർ ടേബിൾ, ടീച്ചർ ചെയർ, ദർ ഈസ് മെനി വിൻഡോസ്, അതിൽ ധാരാളം ജനലുകൾ കാണും, അതുപോലെ തന്നെ എന്താണ് ഡെസ്ക്, ബെഞ്ച്, നിങ്ങളിരിക്കുന്ന ഡെസ്കും ബെഞ്ചും, ഇരു സൈഡിലുമായിട്ടുള്ള ഡെസ്ക്, ബെഞ്ച്, ഇതെല്ലാം മനസ്സിൽ കണ്ട് വരയ്ക്കുക. ഇങ്ങനെയാണ് ക്ലാസ് മുറിയുടെ സ്കെച്ച് വരയ്ക്കേണ്ടത്. അതിൽ നിന്ന് ചില ചോദ്യങ്ങളും നമുക്ക് തയ്യാറാക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം? ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ്? അപ്പോൾ ആ ദിശ കണ്ടെത്താൻ നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈസ്റ്റ്, ഇത് അനുസരിച്ച് കിഴക്കാണെങ്കിൽ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് എന്ന് എഴുതുക. വെയർ ആർ ദ വിൻഡോസ് ലൊക്കേറ്റഡ്? എവിടെയൊക്കെയാണ് ജനലുകൾ ഉള്ളത്? ഒരുപക്ഷെ ഒരു ക്ലാസ് റൂമിന് വെസ്റ്റേൺ സൈഡിൽ കാണും, സദേൺ സൈഡിൽ കാണും, അതനുസരിച്ച് അത് എഴുതുക. വെസ്റ്റ്, സൗത്ത്, എക്സാമ്പിൾ മാത്രമാണ് ഈ പറയുന്നത്. അവരവരുടെ ക്ലാസ് മുറി അവരവർക്ക് മാത്രമേ സ്കെച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേർ ഈസ് ദ ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ഫിക്സഡ്? ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡിൻ്റെ സ്ഥാനം നോർത്താണെങ്കിൽ നോർത്ത് എഴുതുക, സൗത്താണെങ്കിൽ സൗത്ത് എഴുതുക. അത് ഡയറക്ഷൻ അനുസരിച്ച് എല്ലാ കൂട്ടുകാരും കണ്ടെത്തുക. ചെക്ക് ദ സ്കെച്ച് ദാറ്റ് ഈച്ച് ഓഫ് യു പ്രിപ്പയർഡ്. നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കിയ സ്കെച്ച് ഒന്ന് പരിശോധിക്കുക. ആർ ദേ ഓൾ ഓഫ് ദ സെയിം? എല്ലാം ഒരുപോലെയാണോ, ഒരേ രീതിയിലാണോ? ഡിഡ് യു ഫീൽ എനി ഡിഫിക്കൽറ്റി ടു ഫൈൻഡ് ഡയറക്ഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ദിശ നിശ്ചയിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടോ? ഒരു സ്ഥലത്തെ ദിശ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതാണ് ഇനിയും പറയുന്നത്. ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻസ് ഇൻ എ പ്ലേസ്. ഒരിക്കലും നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ സ്കെച്ചും, ക്ലാസ് മുറിയുടെ സ്കെച്ച് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല. നേരിയ വ്യത്യാസങ്ങൾ വരാം. ഡയറക്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനും പ്രയാസമാണ്. അഥവാ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ ഡയറക്ഷൻ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻ ഇൻ എ പ്ലേസ്? എങ്ങനെയാണ് നമുക്കൊരു സ്ഥലത്തെ ദിശ കണ്ടെത്താൻ സാധിക്കുന്നത്? വി കൺസിഡർ ദ ഡയറക്ഷൻ ഫ്രം വെയർ ദ സൺ റൈസസ് ടു ബി ദ ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് നമ്മൾ സാധാരണ കാണാറുള്ളത്. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത്, സൺ റൈസസ്, അതിനെ നമ്മൾ കിഴക്ക് ദിശയായിട്ട് കാണും. അങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിക്ചർ എ. അജി ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിസ് ഹൗസ് ഫേസിങ് ദ റൈസിങ് സൺ. അജി വീടിന് സമീപം ഉദിച്ചു വരുന്ന സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിങ്? ഏത് ദിശയിലാണ് അജി നോക്കി നിൽക്കുന്നത്? സൺ റൈസസ് ഇൻ ഈസ്റ്റ്, ദെൻ ഹി ഫേസസ് ഇൻ ഈസ്റ്റേൺ സൈഡ്, അല്ലേ? ഈ ചിത്രത്തിൽ അജി എങ്ങോട്ടാണ് നോക്കുന്നത്? ഈസ്റ്റേൺ സൈഡിലേക്ക്, കിഴക്കേട്ടാണ് നോക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഡയറക്ഷൻ ഹാസ് അജി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? അതുപോലെ തന്നെ ഇടത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കിഴക്കോട്ടാണ് അജി നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വലത് കൈ സദേൺ സൈഡിലേക്കും ഇടത് കൈ ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലേക്കുമാണ്, അല്ലേ? റൈറ്റ് ഹാൻഡ് സൗത്തിലും ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. റൈറ്റ് ഹാൻഡ് സൗത്തിലും ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലും. വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അജീസ് ഷാഡോ? അജിയുടെ നിഴൽ ഏത് ദിശയാണ് സൂചിപ്പിക്കുന്നത്? ഏത് ദിശയായിരിക്കും? വെസ്റ്റേൺ സൈഡാണ്, പടിഞ്ഞാറ് ഭാഗമാണ്, വെസ്റ്റാണ് സൂചിപ്പിക്കുന്നത്. അജിയുടെ ഷാഡോ വെസ്റ്റിലാണ്, നിഴൽ. ആ ചിത്രത്തിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ അജി നോക്കി നിൽക്കുന്നത് ഈസ്റ്റേൺ സൈഡിലേക്ക്, അജിയുടെ റൈറ്റ് ഹാൻഡ് സൗത്തിലും ലെഫ്റ്റ് ഹാൻഡ് നോർത്തിലും. അജിയുടെ നിഴൽ, ഷാഡോ ഓഫ് അജി എവിടെയാണ്? വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്താണ്.
ഇനി അടുത്ത ചിത്രം തിരിച്ചാണ്, പാർട്ട് ബി, പിക്ചർ ബി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജി ഫേസിങ് ഇൻ പിക്ചർ ബി? ചിത്രം ബിയിൽ ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത്? ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്? വെസ്റ്റേൺ സൈഡിലേക്കാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, വെസ്റ്റിലേക്കാണ് നോക്കുന്നത്. ടു വിച്ച് ഡയറക്ഷൻ ഈസ് അജീസ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അങ്ങനെയാണെങ്കിൽ അജിയുടെ വലത് കൈ, അതായത് റൈറ്റ് ഹാൻഡ് എവിടേക്കായിരിക്കും? നോർത്തിലേക്കും, ലെഫ്റ്റ് ഹാൻഡ് സൗത്തിലേക്കും. മുമ്പേ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് വരും. റൈറ്റ് ഹാൻഡ് നോർത്തിലേക്കും, ലെഫ്റ്റ് ഹാൻഡ് സൗത്തിലേക്കും പോകും. വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ദാറ്റ് അജി ഫേസസ്? അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഡയറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? അജിയുടെ നിഴൽ ഏത് ദിശയാണ് അവിടെ സൂചിപ്പിക്കുന്നത്? അതും ഫ്രണ്ടിലോട്ടാണ് അല്ലേ? അപ്പോൾ വെസ്റ്റേൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്, ഷാഡോയും കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ദാറ്റ് അജി ഫേസസ്? അജി നോക്കി നിൽക്കുന്നതിന് എതിരെ ഉള്ള ദിശ ഏതാണ്? നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ ഈസ്റ്റാണ്. പടിഞ്ഞാറോട്ടാണ് നോക്കി നിൽക്കുന്നത്, അതിൻ്റെ എതിരെയുള്ള ദിശ ഈസ്റ്റ്, കിഴക്കാണ്. ഡയറക്ഷൻ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ആ ചിത്രം നോക്കി ചോദ്യവുമായിട്ട് മനസ്സിലാക്കുക. ഹാവിൻറ്റ് യു ലേൺ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ? സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായി, ഇതിൽ നിന്നും തിരിച്ചറിഞ്ഞു. എ കോമ്പസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. വടക്ക് നോക്കി യന്ത്രം, കോമ്പസ് എന്ന് പറഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കോമ്പസിൻ്റെ ചിത്രം. ഇതാണ് നമ്മൾ ഡയറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നൗ എ ഡേയ്സ് വി ഓൾസോ യൂസ് മൊബൈൽ ആപ്സ് ടു ഫൈൻഡ് ഡയറക്ഷൻ. ഇപ്പം നമ്മൾ മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൊക്കേഷൻ ഇട്ടെന്നും അങ്ങനെയൊക്കെ മൊബൈൽ ആപ്പുകൾ വഴിയും നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്താൻ സാധിക്കും. ഇനി കോമ്പസ് എന്താണെന്ന് നോക്കാം. വടക്ക് നോക്കി യന്ത്രം. എ കോമ്പസ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ ഫ്രീലി മൂവിങ് മാഗ്നറ്റിക് നീഡിൽ വിൽ റിമെയിൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇത് സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചിയുള്ള തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളുന്ന ഒരു സാധനമാണിത് കോമ്പസ്, അതായത് വടക്ക് നോക്കി യന്ത്രം. അതിൻ്റെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന കാന്തസൂചി വടക്ക് ദിശയിലേക്ക് തന്നെ, ആ സൂചി വടക്ക് ദിശയിലേക്ക് തന്നെ നിൽക്കും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. എ സ്പെഷ്യലി മാർക്കഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് നോർത്ത്. ആ പ്രത്യേകം രേഖപ്പെടുത്തിയ അഗ്രം, സൂചിയിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അഗ്രം എപ്പോഴും വടക്ക് ദിശയെ സൂചിപ്പിക്കും. This instrument has been used by sailors since ancient times to find direction on sea voyages. ഇത് കൂടുതലും സമുദ്രയാത്രകൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് അന്ന് പണ്ട് കാലത്ത് നാവികർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രം. അതിന് പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു സൂചിയിൽ രേഖപ്പെടുത്തിയ അഗ്രം എപ്പോഴും വടക്ക് ദിശയാണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ എതിർഭാഗം സൗത്തും. അങ്ങനെയാണ് ദിശ കണ്ടെത്തിയിരുന്നത് നാവികർ. ഷോൾ വി പ്രിപ്പയർ ദ സ്കെച്ച് ഓഫ് അവർ ക്ലാസ് റൂം ബേസ്ഡ് ഓൺ ഡയറക്ഷൻ? അപ്പോൾ അതുപോലെ നമുക്കും ക്ലാസ് മുറിയുടെ സ്കെച്ച് ദിശ അടിസ്ഥാനമാക്കി തയ്യാറാക്കാൻ സാധിക്കും. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് പേ അറ്റൻഷൻ ടു വൈൽ ഡ്രോയിങ് ദ സ്കെച്ച് ഓൺ എ പേപ്പർ ഓർ ഇൻ എ ബുക്ക് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ? ദിശ അടിസ്ഥാനമാക്കി സ്കെച്ച് ഒരു പേപ്പറിലോ ബുക്കിലോ നമ്മൾ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലുക്ക് അറ്റ് ദ മാപ്പ്. ഈ ഭൂപടം നോക്കുക. ഹാങ്ങിങ് ഓൺ ദ വാൾ, അത് തൂക്കിയിട്ടിരിക്കുകയാണ് ആ ഭൂപടം. ഹൗ ഡു യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ ദിസ് മാപ്പ്? ആ തൂക്കിയിരിക്കുന്ന ഭൂപടത്തിലെ ദിശ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭൂപടത്തിൻ്റെ ദിശ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്ഷൻ ഓൺ ദ മാപ്പ്, ഭൂപടത്തിലെ ദിശകൾ. എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം എപ്പോഴും നൽകിയിരിക്കും. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ദിശ കൊടുത്തിരിക്കുന്ന അടയാളം. മുകൾ ഭാഗം നോർത്ത്, സൗത്ത്, ദെൻ ലെഫ്റ്റ് സൈഡ് ഈസ് വെസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ് ഈസ്റ്റ്.
A map will usually have a sign indicating the direction. A sign indicating the north direction can be seen at the top of the wall maps. അതായത് ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്താണ് എപ്പോഴും വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണുന്നത്. ദ ബോട്ടം ഓഫ് ദ മാപ്പ് പോയിൻറ്റ്സ് ടു ദ സൗത്ത്. അങ്ങനെ ആവുമ്പോൾ മുകൾ ഭാഗം നോർത്ത് ആവുമ്പോൾ ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും the right side on the map points to the west and the left side to the east. തെക്കു ദിശയെയും അതുപോലെ ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും വലതു ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടത് ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കും. അതായത് വലതു ഭാഗം പടിഞ്ഞാറ് ദിശയായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഇടത് ഭാഗം കിഴക്ക് ദിശയായിരിക്കും സൂചിപ്പിക്കുന്നത്. Find out the north direction of your classroom. Now put any symbol indicating direction as shown below on the top right side of the paper in which you prepare the sketch of your classroom. നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് മുറിയുടെ വടക്ക് ദിശ എവിടെയെന്ന് കണ്ടെത്തണം. എന്നിട്ട് ക്ലാസ് മുറിയുടെ സ്കെച്ച് വരയ്ക്കുന്ന പേപ്പറിന് മുകളിൽ വലത് ഭാഗത്ത് ചുവടെ കാണുന്ന രീതിയിൽ എന്താണ് ദിശയുടെ ഏതെങ്കിലും ഒരു ചിഹ്നം കൊടുക്കണം. അതായത് ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം, സിമ്പിൾസാണ് ഇതൊക്കെ, ഈ സിമ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ചിഹ്നം കൊടുക്കാം. ഇതെല്ലാം സിമ്പിൾസ് ദിശയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്. വരയ്ക്കുന്ന സ്കെച്ചിൽ ഇങ്ങനെ ചിഹ്നം കൊടുത്തിട്ട് വേണം നമുക്ക് എവിടെയൊക്കെയാണ് ബോർഡ് ഇരിക്കുന്നത്, അതുപോലെ എവിടെയാണ് എന്താണ് ഡോറിൻ്റെ സ്ഥാനം, ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നത്. Haven't you identified the direction in which the door of your classroom is located? നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണെന്ന് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയല്ലോ. In which directions are the windows located? ജനലകൾ ഏതൊക്കെ ദിശകളിലാണ്? In which direction has the table been placed? മേശ ഏത് ദിശയിലാണെന്ന് നോക്കണം. Now let's draw the sketch at the classroom. ഇനി എന്നിട്ട് ആ ക്ലാസ് മുറിയുടെ സ്കെച്ച് ഈ ഭാഗത്ത് വരയ്ക്കാം. ഇവിടെ ചില സൂചികൾ കൊടുത്തിട്ടുണ്ട്. Haven't you complete the sketch? Prepare an index for things such as windows, door, table, etc. as given below and include in the outline. ആ ഔട്ട്ലൈനിൽ ചില ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡി ഡോറാണ്, വാതിലാണ്, അതുപോലെ തന്നെ ടി ടേബിൾ, ഡബ്ല്യു വിൻഡോ, ബി ബി ബ്ലാക്ക് ബോർഡ്, അതുപോലെ ഡബ്ല്യു ബി വൈറ്റ് ബോർഡ് ആൻഡ് ദെൻ ബി ഈസ് ബെഞ്ച്. അങ്ങനെ സ്കെച്ച് വരച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചിഹ്നങ്ങളൊക്കെ കൊടുത്ത് മനസ്സിലാക്കാം. ദ സ്കെച്ച് പ്രിപ്പയർഡ് ബൈ അജി ഫോർ ഹിസ് ക്ലാസ് റൂം ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ്. ഇവിടെ അജി തയ്യാറാക്കിയിരിക്കുന്ന സ്കെച്ച്, അവൻ്റെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അത് നിരീക്ഷിച്ചിട്ട് ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് മനസ്സിലാക്കുക. നൗ ചെക്ക് ദ സ്കെച്ചസ് ഡ്രോൺ ബൈ എവരി വൺ. ഇനി എല്ലാവരും വരച്ച സ്കെച്ചുകൾ പരിശോധിക്കണം. ഓൾ ദ സ്കെച്ചസ് ആർ ദ സെയിം ആർ ഇൻ ദേ. അത് ഒരുപോലെയാണോ? എല്ലാം ഒരേ രീതിയിൽ ആയില്ലേ അല്ലേ? അവിടെ ഇത് അജ് കൊടുത്തേക്കുന്നതാണ് കൊടുത്തേക്കുന്നത്. ബി ബി ബ്ലാക്ക് ബോർഡ്, ഡബ്ല്യു വിൻഡോ, ഡി ഡോർ. ആ ഇൻഡെക്സ് സൂചികകളും അവിടെ ക്ലാസ് മുറിയുടെ സ്കെച്ചിനോടൊപ്പം ചേർത്ത് വേണം കൂട്ടുകാർ വരയ്ക്കാൻ. അതുപോലെ ഡയറക്ഷൻ അതിൽ കൊടുത്തിരിക്കണം. എന്നിട്ട് വേണം ഓരോന്നിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കാൻ. ദ സ്കെച്ച് ഓഫ് അജി സ്കൂൾ ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ് ദ സ്കെച്ച് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ചാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓഡിറ്റോറിയമുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയം, ടോയ്ലറ്റ് കോംപ്ലക്സ്, ലൈബ്രറി, റീഡിംഗ് റൂം, ലാബ്, കിച്ചൺ, ഡൈനിങ്, ക്ലാസ് റൂമുകൾ, ബാസ്കറ്റ്ബോൾ കോർട്ട്, സ്റ്റാഫ് ഓഫീസ്, സ്റ്റാഫ് റൂം, ഓഫീസ്, ഇതെല്ലാം ഈ സ്കെച്ചിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബാസ്കറ്റ്ബോൾ കോർട്ട് ഈസ് ദ ഓഫീസ് ബിൽഡിംഗ് ലൊക്കേറ്റഡ്? ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ആദ്യം ബാസ്കറ്റ്ബോൾ കോർട്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ
ഏത് ഭാഗത്താണ് ഏത് ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം ഇതാണ്. അപ്പോൾ ഇത് നോർത്തൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഏത് സൈഡായിട്ട് വരും? ഈസ്റ്റ് സൈഡിലായിട്ട് ആണ് ഏത് കിടക്കുന്നത്? സ്റ്റാഫ് റൂം വരുന്നത്. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം വരുന്നത്. Second question, to which direction of the basketball court is the entrance of the school located? ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂളിൻ്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്? ബാസ്കറ്റ്ബോൾ കോർട്ട് ഇതാണ്, എൻട്രൻസ് ഗേറ്റ് ഇതാണ്. അപ്പോൾ മുകളിൽ നോർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തായിട്ടാണ് എൻട്രൻസ് ഗേറ്റ്? സൗത്ത്, തെക്കായിട്ട് ആണ്. തെക്കാണെന്ന് സൗത്താണ് അതിൻ്റെ ആൻസർ. To which direction of the toilet complex are the library and the reading room located? ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറിയും വായനമുറിയും സ്ഥിതി ചെയ്യുന്നത്? ടോയ്ലറ്റ് കോംപ്ലക്സ് ആദ്യം കണ്ടുപിടിക്കുക. ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ലൈബ്രറിയും വായനാമുറിയും റീഡിംഗ് റൂമും? അപ്പം അതും സൗത്താണ്. ടോയ്ലറ്റ് കോംപ്ലക്സ് നോർത്ത് വരും. അതിൻ്റെ താഴെയാണ് ലൈബ്രറിയും റീഡിംഗ് റൂമും. അപ്പോൾ അതിൻ്റെ ആൻസർ സൗത്താണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദ സ്റ്റോർ റൂം ഈസ് ദ കിച്ചൺ ലൊക്കേറ്റഡ്? സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഏത് ദിശയിലാണ് കിച്ചൺ, അതായത് പാചകപ്പുര സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ആദ്യം സ്റ്റോർ കണ്ടുപിടിക്കുക. സ്റ്റോറ് ഇവിടെ ക്ലാസ് റൂമുകളോട് ചേർന്നാണ് സ്റ്റോറ്. സ്റ്റോറിൻ്റെ ഏത് കിച്ചൺ ആൻഡ് ഡൈനിങ് ഇവിടെയാണ്. അപ്പം സ്റ്റോർ ഇത് കിച്ചൺ ആൻഡ് ഡൈനിങ് എവിടെ ആയിട്ട് വരും? നോർത്ത്, വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കിച്ചൺ ആൻഡ് ഡൈനിങ് സ്റ്റോറിൻ്റെ നോർത്ത് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഓഡിറ്റോറിയം ടു എക്സിറ്റ് ത്രൂ ദ എൻട്രൻസ് ഗേറ്റ്? ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോകാം? ഓഡിറ്റോറിയം കണ്ടുപിടിക്കുക. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ? ഓഡിറ്റോറിയം നോർത്ത് സൈഡിലാണ്. അവിടെ നിന്ന് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്? പ്രവേശന കവാടത്തിലേക്ക് വരാൻ തെക്കോട്ട് സഞ്ചരിക്കണം. സൗത്തിലേക്ക് സഞ്ചരിച്ചാലേ പുറത്തേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ആ സ്കെച്ച് നോക്കി കണ്ടെത്താനുള്ള ഉത്തരങ്ങൾ. ഹാവിൻറ്റ് യു മാർക്ക്ഡ് പൊസിഷൻ ഓഫ് ദ ബെഞ്ച്, ഡെസ്ക് ആൻഡ് ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ഇൻ യുവർ ക്ലാസ് റൂം ഓൺ ദ സ്കെച്ച്? നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ബെഞ്ച്, മേശ, ബ്ലാക്ക് ബോർഡ് എന്നിവയുടെ സ്ഥാനം എല്ലാം സ്കെച്ചിൽ രേഖപ്പെടുത്തുകയല്ലോ. ഹൗ ഡു യു ടെൽ വെയർ യു സിറ്റ് ഇൻ ദ ക്ലാസ് റൂം? അങ്ങനെയാണെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥാനം, ക്ലാസ് മുറിയിൽ നിങ്ങളിരിക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയും? എങ്ങനെയൊക്കെ പറയാം? സെക്കൻഡ് ഓൺ ദ ഫസ്റ്റ് ബെഞ്ച് എന്ന് പറയാം. ഒന്നാമത്തെ ബെഞ്ചിൽ നിങ്ങൾ രണ്ടാമതായിരിക്കുന്നെങ്കിൽ സെക്കൻഡ് ഓൺ ദ ഫസ്റ്റ് ബെഞ്ച്. ഒടുവിലത്തെ ബെഞ്ചിൽ ഒന്നാമതായിരിക്കുന്നെങ്കിൽ ഫസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് അല്ലേ? സെക്കൻഡ് ബെഞ്ചിൽ രണ്ടാമതായിരിക്കുന്നെങ്കിലോ സെക്കൻഡ് ഓൺ ദ സെക്കൻഡ് ബെഞ്ച്. ആദ്യത്തെ ബെഞ്ചിൽ മൂന്നാമതായിരിക്കുന്നെങ്കിൽ തേർഡ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. അപ്പോൾ അങ്ങനെ അവരവരുടെ സ്ഥാനവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇഫ് സോ യു മേ ടെൽ ദ പൊസിഷൻ ഓഫ് ഈച്ച് ഓഫ് യു ഇൻ യുവർ ക്ലാസ് റൂം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്ഥാനം പറഞ്ഞ് നോക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ രേഖപ്പെടുത്തി വെക്കുക. ഈ മാതൃകയിൽ എവിടെയാണോ നിങ്ങളിരിക്കുന്നത് ആ സ്ഥാനം കണ്ടെത്തി എല്ലാ കൂട്ടുകാരും എഴുതുക. അപ്പം പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചിത്രങ്ങളും സ്കെച്ചും പ്ലാനും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്.